നമസ്കാരം. ഒരു തമിഴ്നാട് യാത്രയിലാണ് ഞാൻ തൈപ്പൂയ കാവടിയെക്കുറിച്ചിട്ട് കേൾക്കുന്നത്. ഒരു പ്രദക്ഷിണം നടന്നു പോവുകയാണ്. ആ ഒരു പ്രദക്ഷിണത്തിനിടയിൽ പല ആളുകളുണ്ട്. അവരുടെയൊക്കെ തൊലിപ്പുറത്ത് പല രീതിയിലുള്ള കമ്പികളൊക്കെ ഇങ്ങനെ കയറ്റിയിട്ട് പല രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അത് കാണുന്ന സമയത്ത് നമ്മൾക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. എന്നാൽ അവർ വളരെ അനായാസമായിട്ട് അതൊക്കെ വെച്ച് തുള്ളി തുള്ളി ഇങ്ങനെ പോവുകയാണ്. സുബ്രഹ്മണ്യൻ്റെ വേലുണ്ടല്ലോ, ആ ഒരു വേല് അതിൻ്റെ ഇന്നത്തെ കാലത്തെ ചില വകഭേദങ്ങൾ കവിളിൽ കൂടെ കയറ്റി ചില ആളുകൾ ഡാൻസ് ചെയ്ത് പോകാറുണ്ട്. കുട്ടികളൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ദേഹം മുഴുവനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കയറ്റി പറവക്കാവടി ഏന്തി പോകുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി, മുരുകൻ, വേൽമുരുകൻ, കാർത്തികേയൻ എന്നൊക്കെ ഭക്തിപുരസരം ആളുകൾ വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ട് ഈ ഒരു ദിനത്തെ ആളുകൾ ആഘോഷിക്കാറുണ്ട്. അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. അതേപോലെ തന്നെ താരകാസുരൻ, ദേവലോകത്തെ ഏറ്റവും കൂടുതൽ വിഷയമുണ്ടാക്കിക്കൊണ്ട് ഒരു കാലത്തിരുന്ന താരകാസുരനെ വധിച്ച ആ ഒരു ദിനമായിട്ടും അതിനെ ആളുകൾ കരുതാറുണ്ട്. അതല്ല, സുബ്രഹ്മണ്യൻ്റെ വിവാഹ ദിനമാണ് അന്ന് എന്ന് ചില ആളുകൾ കരുതാറുണ്ട്. ഇതൊക്കെ ഐതിഹ്യങ്ങളാണ്. നിങ്ങളിൽ പല ആളുകൾക്കും എന്നെക്കാളും കൂടുതലായിട്ട് അതിനെക്കുറിച്ചിട്ട് അറിയാമായിരിക്കും. അതൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഏഷ്യൻ കൺട്രീസിൽ പലയിടത്തും ഈ ഒരു ദിനം ആളുകൾ ആഘോഷിക്കാറുണ്ട്. മുരുകന് വേൾഡ് വൈഡ് ഭക്തന്മാരുടെ വലിയൊരു പിൻബലമുണ്ട്. മലേഷ്യയിൽ നമ്മൾ ആ ഒരു വലിയ മുരുകൻ സ്റ്റാച്ചു ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിമനോഹരമാണ്. തമിഴ്നാട്ടിലാണ് ഏറ്റവും നല്ല രീതിയിൽ ഈ തൈപ്പൂയ കാവടിയാട്ടം ആഘോഷിക്കുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ തെക്കൻ ജില്ലകളിൽ കാര്യമായിട്ട് ആഘോഷിക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ കാണുന്ന തരത്തിലേക്കുള്ള കാവടികളുടെ ഒരു സമൃദ്ധി കേരളത്തിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കാവടികൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു വലിയ കൂട്ടം ആളുകൾക്ക്, ഇതുമായിട്ട് നേരിട്ട് പരിചയമില്ലാത്ത ആളുകൾക്ക് ഇത് ഇത്തിരി ഓവറല്ലേ എന്ന് തോന്നാം. പക്ഷേ എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള ആചാരങ്ങളുണ്ട്. ആ ഒരു ആചാരങ്ങൾ എന്തിനാണ് ആളുകൾ തുടരുന്നത്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ചിന്ത എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് ഇന്നലെ കാർത്തിക് സൂര്യ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോ കണ്ട കുറേയധികം ആളുകൾക്ക് അതിനോട് വിയോജിപ്പുണ്ട്. കാരണം കുട്ടികളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസർ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പങ്കുവെക്കേണ്ടിയിരുന്നോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, കേരളത്തിൽ ഒരു വലിയ കൂട്ടം ആളുകൾ ഈ വിദ്യാഭ്യാസമൊക്കെ നേടിയതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചിന്തയിലേക്ക് വരികയും ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ലോജിക്കലായിട്ടുള്ള കണക്ഷൻ കിട്ടാതെ അത്തരത്തിലുള്ള കാര്യങ്ങളോട് വിശ്വാസമില്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു വലിയ മാറ്റമാണ്. ഒത്തിരിയധികം ആളുകൾ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് പോസിറ്റീവായിട്ട് നമ്മൾ എടുത്താൽ മതി. വ്യക്തിപരമായിട്ടുള്ള ചില വിശ്വാസങ്ങൾ, അവരുടെ ആചാര പ്രഖ്യാപനങ്ങൾ, പ്രകടനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വിമർശിക്കുന്ന സമയത്ത് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യമായതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ആചാരപരമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു കമൻറ്റ് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ അതിനെ മതവൽക്കരിക്കുകയും രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിലടക്കം ഞാൻ കണ്ടതാണ്. ഇന്നലെ ചിത്ര ഒരു കമൻറ്റ് പറഞ്ഞ സമയത്തും ഞാൻ കേട്ടതാണ്. ഒരു കൂട്ടം ആളുകൾ അതിൻ്റെ ഇടയിൽ പർപ്പസ്ഫുള്ളി കുറേ കമൻറ്റുകൾ ഇങ്ങനെ നിരത്തുകയാണ്. ആ ഒരു ഐഡിയകളെ ഞാൻ പല ചാനലുകളിൽ കണ്ടു. അപ്പോൾ അവർ പറയുകയാണ്, ഹിന്ദു ആചാരങ്ങൾക്കെതിരെയാണ് ആളുകൾ പറയുന്നത്. ഹിന്ദു ഇവിടെ ആകെ മൊത്തത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹിന്ദു ആചാരങ്ങളെ നമ്മൾ സംരക്ഷിക്കണം, അതുകൊണ്ട് നമ്മൾ BJPക്ക് വോട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിപ്പോൾ ഇസ്ലാം മതവിശ്വാസികളും അങ്ങനെ ചെയ്യാറുണ്ട്, ക്രിസ്ത്യൻ മതവിശ്വാസികൾ അങ്ങനെ ചെയ്യാറുണ്ട്. ക്രിസ്ത്യൻസ് മറ്റേ ലവ് ജിഹാദ് ആരോപിക്കുന്നതും ഇസ്ലാം മതവിശ്വാസികൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഇസ്ലാമോഫോബിക്കാണ് എന്നുള്ളത് പറയുന്നതും ഒക്കെ പോലെ തന്നെ ഉള്ളൂ ഈ തീവ്ര മതവാദികൾ ഈ ഒരു കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിലൊന്നും പെടാത്ത ഈ ഒരു വിശ്വാസങ്ങളെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നോക്കിക്കാണുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ചിട്ടും ഈ ഒരു വിശ്വാസത്തിന്റെ പിന്നിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോ എന്തായാലും ഞാൻ കാവടി എടുക്കുമ്പോ മനസ്സ് നിറഞ്ഞ് പൂർണ്ണ വിശ്വാസത്തോടു കൂടി അഗ്നി കാവടി എടുത്ത് ആഴിയിൽ തന്നെ ഇറങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ 21 ദിവസത്തെ വ്രതം തുടങ്ങി. ഇന്ന് ഇപ്പൊ 6ാമത്തെ ദിവസമാണ്. പക്ഷേ കാവടിയുടെ വ്രതം കുറച്ചുകൂടെ ഹാർഡാണ് ഗൈസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ രാവിലെ നിർമ്മാല്യ ദർശനം കണ്ട് തോന്നിരിക്കണം. ഡ്യൂറേഷനിലും നമ്മൾ കാലില് ചെരുപ്പിടാൻ പാടില്ല. സോ ഞാൻ കാലിൽ ചെരുപ്പിട്ടിട്ട് 7 ദിവസമായി. ഇനി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളിൽ ഞാൻ ചെരുപ്പിടില്ല. പിന്നെ എല്ലാ ദിവസവും രാത്രി നമ്മൾ ഒരു ദീപാരാധന കണ്ട് തോന്നിരിക്കണം അമ്പലത്തിന്. അത് ഏതമ്പലം വേണമെങ്കിലും ആവാം, പക്ഷേ ദീപാരാധന നിർബന്ധമാണ്. പിന്നെ ഫുഡിന്റെ കാര്യം നോർമലി കംപ്ലീറ്റ് വെജിറ്റേറിയൻ ഫുഡ് ആയിരിക്കണം. മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ ഒരു കാരണവശാലും തുടക്കമുള്ള ആൾക്കാരായിട്ട് നമ്മൾ പോകാൻ പാടില്ല. എന്റെ വീട്ടിലിപ്പോ ആർക്കും തുടക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഫ്രീ ആയിട്ട് ഇവിടെ കിടക്കുന്നത്. ഈ വ്രതം എടുത്തിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ്റെ ടിപ്പിക്കലായിട്ടുള്ള ജീവിത ശൈലിയിൽ നിന്ന്, ഒരു റുട്ടീനിൽ നിന്ന് അദ്ദേഹത്തെ ഒന്നും മാറ്റി ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഒരു എനർജി സമ്മാനിക്കുന്ന സംഗതിയാണ് ഈ വ്രതം എന്ന് പറയുന്നത്. സ്വന്തം ആരോഗ്യത്തെ മുൻനിർത്തി ആ ഒരു വ്രതത്തെ സമീപിക്കുന്ന ആളുകൾക്ക് വ്രതം കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ ആ ഒരു ദിനങ്ങളിൽ വല്ലാത്തൊരു എനർജി ഫീൽ ചെയ്യും. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്നും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തി നാട്ടിൽ പോയിട്ട് നാട്ടിൻ പുറത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. എന്നും മദ്യപിക്കുന്ന, എന്നും പുകവലിക്കുന്ന വ്യക്തികൾ വിഡ്രോവൽ സിംറ്റം ഒഴിച്ചു നിർത്തിയിട്ടുള്ള ഒരു ഫ്രഷ്നെസ്സിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു കാര്യമാണ്. ലോകത്താകമാനമുള്ള മതങ്ങളിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളതാണ്. അതിപ്പോൾ ഏത് മതം എടുത്ത് നോക്കിക്കൊള്ളുക,
അതിപ്പോൾ ഹിന്ദു മതമാണെന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻ മതമാണെന്നുണ്ടെങ്കിലും ഇസ്ലാം മതമാണെന്നുണ്ടെങ്കിലും ലോകത്താകമാനമുള്ള മതങ്ങളിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു സംഗതിയാണ് സഹനം എന്ന് പറയുന്നത്. പാപപരിഹാരത്തിനായും അനുഗ്രഹങ്ങൾ കൂടുതലായി കരസ്ഥമാക്കാൻ വേണ്ടിയും സ്വന്തം ശരീരത്തെ മാക്സിമം വേദനിപ്പിച്ച് അതൊരു സഹനം എന്നുള്ള രീതിയിലേക്ക് മാറ്റാനായിട്ട് ഭക്തർ എല്ലാ മതങ്ങളിലും ശ്രമിക്കാറുണ്ട്. ഇസ്ലാം മതത്തിലുണ്ട് ഷിയ ഭാഗക്കാർ മുഹറത്തിന്റെ ദിനത്തിൽ അവരുടെ ശരീരത്തെ ക്രൂരമായി ചാട്ടവാറ് അടി ഏൽപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രിസ്ത്യൻ മതവിശ്വാസികളിൽ ചിലർ, ഫിലിപ്പീൻസിലേക്ക് ഉള്ള ആളുകൾ അതിക്രൂരമായിട്ട് ചോര വരുന്നത് വരെ അവരുടെ ശരീരത്തെ ചാട്ടവാറ് വെച്ച് മറ്റുള്ള ആളുകളെ കൊണ്ടുമൊക്കെ മർദ്ദിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹിന്ദുയിസത്തിൽ നമ്മൾ ഈ കാണുന്ന കാവടി പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു രീതിയിൽ തന്നെ കണക്കാക്കാവുന്നതാണ്. വലിയ മരക്കുരിശുകളുമായി പല ഭാഗങ്ങളിൽ നിന്നിട്ടായി മലയാറ്റൂർ മല കയറുന്ന ക്രിസ്ത്യൻ വിശ്വാസികൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പലതരത്തിൽ ശരീരത്തിൻ്റെ വേദനയിലൂടെ, പെയിനിലൂടെ മോക്ഷത്തിന് വേണ്ടിയും അനുഗ്രഹത്തിന് വേണ്ടിയും ഭക്തർ അങ്ങനെ ചെയ്യാറുണ്ട്. പെയിൻ എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. അത് സഹിക്കുന്ന ഒരാൾ കൂടുതൽ വിജയത്തിലേക്ക് പോകും, കൂടുതൽ സമാധാനത്തിലേക്ക് പോകും, അദ്ദേഹം പറുദീസിലേക്ക് പോകും എന്നുള്ളതാണ് കോമൺ ആയിട്ടുള്ള ഒരു വെയ്പ്പ്. പാപം ആരാണ് പറഞ്ഞു തന്നത്? ഇത് പാപമാണ്, ഇത് കുറ്റകരമാണ്. ഹിന്ദുയിസത്തിൽ കർമ്മബലം എന്നുള്ള രീതിയിലേക്ക് പലപ്പോഴും ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്. കർമ്മബലം, നിങ്ങൾ വളരെ മോശമായിട്ടുള്ള ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ദൂഷ്യവശങ്ങൾ ഈ ഒരു ലോകത്ത് തന്നെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചില തലമുറകളിലേക്ക് അത് പകർന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്വർഗ്ഗം നഷ്ടപ്പെടും എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നത്. നിങ്ങൾ മോശമായിട്ടുള്ള ഒരു പാപം ചെയ്തു. പാപം എന്ന് പറയുന്നത് പലതാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് കള്ളം പറയുന്നത് ഒരു പാപമാണ്. ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാം മതത്തിലും എനിക്കൊന്ന് ഹിന്ദുയിസത്തിലും അതൊരു മോശമായിട്ടുള്ള ഒരു കർമ്മമാണ്. എന്നാൽ എല്ലായിടത്തും ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലുള്ള ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതേപോലെ ഇസ്ലാം മതത്തിലാണെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ദൈവത്തെ നിഷേധിക്കുന്ന ആളുകൾ ആരൊക്കെയാണോ അവരുടെ കൈവെട്ടുക, അവരുടെ കാല് വെട്ടുക, അവരെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് തങ്ങൾക്ക് സ്വർഗം കിട്ടാനായിട്ടുള്ള ഒരു വഴിയാണ്. അപ്പോൾ അവിടെ ഈ കൊലപാതകം എന്ന് പറയുന്നത് ഒരു പാപമല്ലാതായി മാറുന്ന ഒരു എക്സെപ്ഷൻ ചിലയിടങ്ങളിൽ ചില വിശ്വാസികൾ വായിക്കാറുണ്ട്. എന്നാൽ കാലം അങ്ങോട്ട് മാറുമ്പോഴത്തേന് ആളുകൾ അതിനോട് യോജിക്കില്ല. ഇപ്പോൾ ക്രിസ്തു മതത്തിലാണെന്നുണ്ടെങ്കിൽ പഴയ നിയമത്തിൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള രീതിയിലേക്കായിരുന്നു. അപ്പോൾ അത് മാറ്റി എഴുതാൻ വേണ്ടിയാണ് മറ്റേ ന്യൂജനായിട്ടുള്ള ക്രിസ്തു വന്നത്. അപ്പോൾ അദ്ദേഹത്തെ എല്ലാം കൂടെ പിടിച്ച് കുരിശി കയറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. അവിടെയും പലപ്പോഴും പാപങ്ങളായിട്ട് കരുതുന്ന പല കാര്യങ്ങൾക്കും എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പോപ്പ് ഈ സ്വർഗ്ഗരതിക്കാർക്ക് ബ്ലെസ്സിങ് കൊടുക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അത് അവർ പുതിയൊരു എക്സെപ്ഷൻ കൊണ്ടുവന്നാണ്. അപ്പോൾ ഇതുപോലെയാണ് ഈ പാപത്തെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പാപം ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറൊരു സംഗതി ഉണ്ട്. എല്ലാവരും പാപം ചെയ്യും. പാപം ചെയ്യാതിരിക്കാൻ പറ്റും. ഇപ്പോൾ കള്ളം എന്താണെന്ന് പറഞ്ഞാലും ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ കള്ളം പറയേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ഈ കൊതി കാരണം ചിലപ്പോൾ ഭക്ഷണം മോഷ്ടിക്കേണ്ടി വരും. ഞാൻ ബാല്യകാല അനുഭവങ്ങളിൽ നിന്നിട്ടുള്ളതാണ് പറയുന്നത് കേട്ടോ. ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല, അത് വലിയ കട്ടിയായി പോകും. അപ്പോൾ എല്ലാ ആളുകളും ഏതെങ്കിലും തരത്തിലൊക്കെ ഒരു പാപം ചെയ്യും. നമ്മൾ വഴിക്കട നടന്നു പോകുന്ന സമയത്ത് ഒരു ഉറുമ്പും കൂട്ടിൽ ചവിട്ടി, കുറേയധികം ഉറുമ്പുകൾ മരിച്ചു. അവരും നമ്മുടെ സഹജീവികളാണ്. അവർ മരിച്ചതിനെ ഒരു കൊലപാതകമായിട്ട് കൺസിഡർ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു മനസ്സുള്ള നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളും അറിയാതെ ഒരു പാപം ചെയ്യുന്നുണ്ട്. ഈ ശബരിമലയ്ക്ക് പോകുന്ന ഭക്തർ വഴിയിൽ മുഴുവൻ പ്ലാസ്റ്റിക് ഇട്ടിട്ട് പോവുകയും അവരുടെ പാപമോക്ഷം ആഗ്രഹിക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവർക്ക് എങ്ങനെ മോക്ഷം കിട്ടും? ഈ ഒരു പ്ലാസ്റ്റിക് ഇവിടെ കിടന്ന് സഹജീവികൾക്ക് വർഷങ്ങളോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അതൊരു വലിയ പാപം ചെയ്തിട്ടല്ലേ അങ്ങടേക്ക് പോണത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴികളിൽ നമ്മൾ മലിനീകരണം ഉണ്ടാക്കുമ്പോൾ പോലും ഒരു പാപം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. സഹജീവിക്ക് ദ്രോഹമാണല്ലോ നമ്മൾ ഇവിടെ കാർബൺ പുറന്തള്ളുന്നതും, അല്ലെങ്കിൽ നമ്മൾ ഒരു വേസ്റ്റ് കൊണ്ടുപോയി തോട്ടിലൊഴുക്കുന്നതും, കടലിൽ വേസ്റ്റിൽ അങ്ങോട്ട് ചെന്ന് അടിയുന്നതും, അവിടെയുള്ള ജീവികൾക്ക് ഭക്ഷണം കിട്ടാതെ വരുന്നതും, അവ കൊണ്ട് ഉപജീവനം നടത്തുന്ന, അവ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളെ ബാധിക്കുന്നതും നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പാപം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ പാപം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും പാപം ചെയ്തു പോയി. എന്ത് ചെയ്യും? ഇതിൽ നിന്നൊന്ന് ഊരണം എന്നുണ്ടെങ്കിൽ ഒരു സംഭവം വേണ്ടേ? അപ്പോൾ ഈ പാപം ചെയ്തിട്ട് പർദീസ നഷ്ടപ്പെടും എന്നുള്ള ഒരു ചിന്ത ആളുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. ആ ഒരു ഫ്രസ്ട്രേഷനെ മാറ്റാൻ വേണ്ടിയാണ് മതങ്ങളിൽ പലയിടത്തും ഈ പാപമോക്ഷത്തിനുള്ള വഴികൾ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇസ്ലാം മതത്തിലാണ് എന്നുണ്ടെങ്കിൽ ഈ മതകേന്ദ്രങ്ങളിൽ പോയിട്ട് ഹജ്ജ് പോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പാപപരിഹാരമായി എന്ന് അവരിലൊരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അതൊരു പുണ്യകർമ്മമാണ്, ഏറ്റവും ഷോർട്ട് കട്ടാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാറുണ്ട്. ഹിന്ദു മതത്തിലാണ് എന്നുണ്ടെങ്കിൽ തീർത്ഥയാത്രകളുണ്ട്, നദികളുണ്ട്, ശബരിമല പോലെയുള്ള സ്ഥലങ്ങളുണ്ട്, ഗംഗയുണ്ട്, പമ്പയുണ്ട്. എവിടെ പോയി വ്രതമെടുത്ത് ഒന്ന് കുളിച്ചു തൊഴുതാലും പാപമോക്ഷത്തിന് ഒരു പരിധിവരെ പരിഹാരം കിട്ടുമെന്നുള്ളതാണ് അവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്നാലും അതിനും കുറേയധികം നൂലാമാലകളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ കുമ്പസാരമാണ്. കുമ്പസാരിച്ച്
പ്രായശ്ചിത്തം ചെയ്യുക എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയിലുള്ളത്. അങ്ങനെ നോർമലായിട്ട് അനുദിന ജീവിതത്തിൽ പാപമൊക്കെ ഏതെങ്കിലുമൊക്കെ വഴിക്ക് ചെയ്തു പോകുന്ന ആൾക്കാർ ആ ഒരു പാപഭാരവുമായിട്ട് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ മതങ്ങളിൽ പിന്തുടരുന്നു വരുന്നത്. ഇതിപ്പോൾ നല്ല ഉദ്ദേശത്തോടെയാണോ തുടങ്ങിയത്, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലുമൊക്കെ സ്വകാര്യ ലാഭത്തിന് വേണ്ടിയാണോ ഇങ്ങനെയുള്ള പരിപാടികൾ തുടങ്ങിയത് എന്നുള്ളത് അറിയില്ല. ഈ മതത്തിന്റെ ഡിസൈനേഴ്സ് ആദ്യ കാലഘട്ടങ്ങളിൽ മേലാളന്മാരായിരിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ സംഭവിച്ചപ്പോൾ അതിൽ നിന്ന് ബാക്കിയുള്ള ആളുകളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഊരാൻ വേണ്ടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതൊക്കെ തുടങ്ങിയത്. അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. ഇനിയിപ്പോൾ ഏതായാലും തൈപ്പൂയ കാവടിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കാവടി, വേൽ കാവടി, ഈ കവളിൽ കൂടെ കുത്തിക്കയറ്റുന്ന വേല്, പറവക്കാവടി, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ കമ്പികളൊക്കെ കുത്തിക്കയറ്റി ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ വിന്യസിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. എണ്ണക്കാവടിയുണ്ട്, പാൽക്കാവടിയുണ്ട്, അങ്ങനെയുള്ള കുറേയധികം സംഗതികളുണ്ട്. പിന്നെ ആൾക്കാർ ചോദിക്കും ഗൈസ്, ഏറ്റവും കൂടുതൽ വരുന്നത് എന്തിനാണ് വേദന എടുത്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. സത്യം പറഞ്ഞില്ല ഗൈസ്, ഞാൻ എന്റെ വേൽക്കാവടി എടുത്തപ്പോ കുത്തിയത് ഊരിയത് ഞാൻ അറിഞ്ഞത് പോലുമില്ല. എനിക്ക് അന്നേരം അവിടെ ചെന്ന് കണ്ണടച്ചെന്ന് തോന്നിയത് ചെണ്ടമേളം കേട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഒരാൾ പിടിക്കുന്നതായിട്ട് ഫീലായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഇവിടെ എന്തൊക്കെ ഇവിടെ സൗണ്ട് കേട്ട് അത് കഴിഞ്ഞ് ഞാൻ കണ്ണൂർന്ന് നോക്കിയപ്പോഴത്തേക്കും വേല കുത്തി ഞാൻ നിൽക്കുകയാണ്. കാരണം അനുഗ്രഹിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊന്നും ഓർമ്മ കാണൂല ഗൈസ്. ഇത് ചെയ്യുമ്പോൾ വേദന എടുക്കില്ല എന്നുള്ളതാണ് ഒരു വലിയൂട്ടം ആളുകളുടെ ഡൗട്ട്. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുമ്പോൾ വേദന എടുക്കാതിരിക്കുന്നത്? നമ്മളെപ്പോഴും റിലീജിയസ് എക്സ്റ്റസി എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വല്ലാത്ത അനുഭൂതിയിലേക്ക് ഈ ആളുകൾ പ്രാർത്ഥനകളിൽ കൂടെയും മതപരമായിട്ടുള്ള ആചാരങ്ങളിൽ കൂടെ ഇങ്ങനെ പോവാറുണ്ട്. നമ്മളൊരു ട്രാൻസ് അവസ്ഥയിലേക്ക് എത്തും. ഈ ട്രാൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അറിയാമല്ലോ. ഇപ്പോൾ DJ പാർട്ടിയിൽ മണിക്കൂറുകളോളം ആളുകൾ കിടന്ന് ഡാൻസ് ചെയ്യുന്നത്, ഒരിക്കലും ഡാൻസ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കില്ല, ഞാനടക്കമുള്ള ആളുകളും ഒരിക്കലും ഡാൻസ് ചെയ്യാത്ത ആളുകൾ പോലും ഒരു DJ പാർട്ടിയിൽ പോയി കഴിഞ്ഞാൽ മണിക്കൂറുകളോളം വേണമെങ്കിൽ നമ്മൾ, ഇപ്പം ചില ആളുകൾ ആരോപിക്കാറുണ്ട് ഡ്രഗ് അടിച്ചിട്ടാണ്. അല്ല, ഡ്രഗ് അടിച്ചാലും അടിച്ചില്ലേലും നമ്മൾ ആ ഒരു ഹാഫ് അൺകോൺഷ്യസ് ആയിട്ടുള്ള ട്രാൻസ് അവസ്ഥയിലേക്ക് എത്തും. ഭക്തി സാഹചര്യങ്ങളിൽ അത് ദൈവികമായിട്ടുള്ള അനുഭൂതി എന്ന് ചില ആളുകൾ പറയും. അല്ലാത്ത സാഹചര്യങ്ങളിൽ ഡ്രഗിന്റെ ഒരു പ്രസൻസ് കൊണ്ട് എന്ന് പറയും. അങ്ങനെയുള്ള അനുഭൂതികളെല്ലാം ദൈവികമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MDMA ആ തരത്തിലുള്ള അനുഭൂതി നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാവുന്നത്. എക്സ്റ്റസി എന്ന് പറയുന്നതിനെ എപ്പോഴും MDMA ആയിട്ടൊക്കെ കണക്ട് ചെയ്ത് വായിക്കാറുണ്ട്. നമ്മൾ ഒരു ഹാഫ് കോൺഷ്യസ് അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. നമ്മൾ ആ ഒരു മ്യൂസിക്കും ആ ഒരു ബഹളവും ഒക്കെ ആയിട്ട് അതിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഒരു നാരോ ആയിട്ട് ഒരൊറ്റ ചിന്തയിൽ നിന്നിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി അടിച്ചു പൊളിക്കുന്നതാണ് ഈ ട്രാൻസ് അവസ്ഥ. ഈ ഒരു ട്രാൻസ് അവസ്ഥ ടുമാറോലാൻഡിന് മാത്രമല്ല സൃഷ്ടിക്കാൻ പറ്റുന്നത്. ഇത് നല്ല രീതിയിൽ വാദ്യ ഉപകരണങ്ങളുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ചില പദപ്രയോഗങ്ങളും മന്ത്രങ്ങളും ഉള്ള ഏതൊരു ആൾക്കും ഈ പറയുന്ന ട്രാൻസ് അവസ്ഥ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഈ ക്രിസ്ത്യൻസ് എല്ലാ വിഭാഗക്കാർക്കും ഉണ്ട് അച്ഛന്മാരുടെ ധ്യാനങ്ങൾ എന്ന് പറയുന്നത്. ഭയങ്കര പാട്ടും പരിപാടിയൊക്കെ ഇട്ടിട്ട് ആളുകൾ ഇങ്ങനെ അടിച്ച് പൊളിക്കണ പരിപാടിയുണ്ട്. അപ്പം ഇപ്പോഴെൻ്റെ ഒരു ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടേത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജാണ്. ക്രിസ്ത്യൻ കുട്ടികൾക്കൊക്കെ ധ്യാനമാണ്. ഭയങ്കര ബോറിങ് പരിപാടിയാണ്. നമുക്ക് അന്നേ യോജിപ്പില്ലല്ലോ. ബാക്കിയുള്ള അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള മോട്ടിവേഷൻ സന്മാർഗ ക്ലാസ്സുകളൊക്കെയാണ്. അവിടേക്ക് വിടാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ വലിയ കുറ്റകൃത്യം ചെയ്തതുപോലെയാണ് ടീച്ചേഴ്സ് കണക്കാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു കൂട്ടം ആളുകൾ വിചാരിച്ചു ഇതങ്ങ് അടിച്ച് പൊളിക്കാം, പാട്ടുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഡെസ്കിൻ്റെ ഒക്കെ മുകളിൽ കയറി അടിച്ച് പൊളിച്ച് ഡെസ്കൊക്കെ ഓടിച്ച് അതിനൊരു വലിയ ഫൈനൊക്കെ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഓർമ്മ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി തരാൻ വേണ്ടി ഈ പറയുന്ന ഒരവസ്ഥയ്ക്ക് പറ്റും. ഇനി ഹിന്ദു മതത്തിൻ്റെ ഇത്തരത്തിലുള്ള വേലൊക്കെ ഇങ്ങനെ കുത്തുന്ന ആ ഒരു ആചാരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വേലൊക്കെ ഇങ്ങനെ കുത്തുന്ന സമയത്ത് ശരീരത്തിൻ്റെ മേൽ തൊലിയിലും ആ ഒരു ഫ്ലഷി ആയിട്ടുള്ള ഭാഗങ്ങളിലാണ് ഇത് കുത്തുന്നത്. അവിടെയൊക്കെ ഇതിങ്ങനെ കുത്തുന്ന സമയത്ത് വലിയ വാദ്യഘോഷങ്ങളുണ്ടായിരിക്കും. വലിയ വാദ്യഘോഷങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ പലതരത്തിലുള്ള എന്താ പറയുന്ന പ്രേയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല ഇടത്ത് ആചരിച്ച് വരാറുണ്ട്. ഈ ഒരു ട്രാൻസ് അവസ്ഥയിലാണ് അവർ ഈ ഒരു കാര്യമൊക്കെ ചെയ്യുന്നത്. ഈ ശരീരത്ത് എന്തെങ്കിലും കുത്തി കയറ്റുക എന്ന് പറയുന്നത്, തൊലിപ്പുറത്ത് എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുന്നത്, കവിളിൽ ഈ ഫ്ലഷി ആയിട്ടുള്ള സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുന്നത് അത്ര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയല്ല. കാരണം നിങ്ങൾക്കറിയാം, ആളുകൾ പല രീതിയിൽ ശരീരത്തിൻ്റെ പുറത്ത് തൊലിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ടാറ്റു ചെയ്യുന്ന സമയത്ത് ഒരു പെയിൻ ഉണ്ട്, കമ്മൽ കുത്തുന്ന സമയത്ത് ഒരു പെയിൻ ഉണ്ട്, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ സ്റ്റഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഈ ഒരു പെയിനിൽ കൂടെ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പലയിടത്തും ഒത്തിരി സ്റ്റഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതേ പെയിൻ മാത്രമേ ഇവർക്കും ഈ ഒരു സാഹചര്യത്തിൽ ഉള്ളൂ. അപ്പോൾ ആ ഒരു പെയിൻ അവർക്ക് വൺ ടൈം സഹിച്ചാൽ മതി. അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേന് പിന്നെ ചെറിയൊരു വിങ്ങൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതൊരു വലിയ പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ അല്ല. അപ്പോൾ ആ ഒരു പെയിൻഫുൾ അല്ലാത്തൊരു പ്രൊസീജിയർ അല്ലാത്തൊരു സാഹചര്യത്തിലും അവർക്ക് ഒരു കൂട്ടായിട്ട്, അവർക്കൊരു ശക്തിയായിട്ട് ഒരു സംഗതി ഉണ്ട്. എന്താണ്? അവരുടെ വിശ്വാസം കൊണ്ടാണ് ആ ഒരു പെയിൻ വരാത്തത്. ഒരു ഇഞ്ചക്ഷൻ ആണെങ്കിലും അത് കുത്തുന്ന സമയത്താണ് നമുക്ക് പെയിൻ വരുന്നത്. ആ ഒരു കുത്തുന്ന സമയത്ത് നമ്മളുടെ ശ്രദ്ധ അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയുള്ള വാദ്യഘോഷങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെയിൻ ഫീൽ ചെയ്യില്ല. അതുകൊണ്ടാണ് നഴ്സുമാർ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് നമ്മളിലേക്ക് ഒറ്റക്കുത്ത്
ഉറുമ്പടിക്കുന്ന വേദന അല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരൊറ്റ കുത്തുന്ന സിറ്റുവേഷൻ ഉണ്ട്. കാർത്തിക് സൂര്യയുടെ ആ ഒരു വ്ളോഗിലെ ചില ഭാഗങ്ങൾ കാണിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലായത് ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. കാരണം ഇത് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കൊണ്ടിരിക്കണം. പോസിറ്റീവ് വൈബ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഊർജ്ജമാണ് നമുക്ക് ഉണ്ടാവുന്നത്. ആ ഊർജ്ജത്തിൽ നമ്മൾ അൺകോൺഷ്യസ് ആയി പോകും. സത്യം ഗൈസ്, എന്റെ കാത് കുത്താൻ പോയ വീഡിയോ എന്റെ ചാനലിലുണ്ട്. ആ കാത് കുത്താൻ പോയപ്പോ എന്നും പറഞ്ഞിരുന്നു ഞാൻ ഒരു വേല കുത്താൻ ഇരുന്ന് കൊടുക്കുമെന്നും സമൂഹത്തോട് ഇരുന്ന് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റി. അത് വേദനിക്കും ഗൈസ്. പക്ഷെ ഇത് അറിയില്ല. നമ്മുടെ വ്രതം കൃത്യമാണ്, നമ്മുടെ മനസ്സ് പരിശുദ്ധമാണെങ്കിൽ നമ്മള് ഏത് വേദനയും ബോഡി അബ്സോർവ് ചെയ്യുന്നുള്ളത് നമ്മൾ അറിയില്ല. സത്യം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു ഗൈസ്, പറവക്കാവടി ഉണ്ട്. ഓക്കെ, അഗ്നിക്കാവടി പോലെ തന്നെ ടഫ് ഈ പറവക്കാവടി. കാരണം ഇവിടെ രണ്ടിടത്തും 6 ഹുക്ക് ഇട്ടിട്ട് അത് ഹുക്കില് കമുക് വണ്ടിയിൽ വെച്ച് കെട്ടിയിട്ട് അതിനകത്ത് തൂക്കിയിട്ട് കുത്തുന്ന അമ്പലത്തിൽ നിന്ന് കാവടി നടക്കുന്ന അമ്പലം വരെ വരുന്നതാണ് പറവക്കാവടി. അതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അനുഗ്രഹം ഇല്ലാത്ത ഒരാളാണെങ്കിൽ പച്ചയ്ക്ക് പിടിച്ച് കുത്തി കഴിഞ്ഞാൽ ജീവൻ പോകും. അപ്പൊ അനുഗ്രഹം ഉള്ളവര് മാത്രമേ അതൊക്കെ എടുക്കുകയുള്ളൂ. ഇപ്പൊ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇമ്പോസിബിൾ ആണ്. കാരണം അത് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ട്രാൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പല രീതിയിൽ നമുക്ക് എത്താൻ വേണ്ടി പറ്റും. അതിൽ ഒന്നാമത്തേത് മ്യൂസിക്കാണ്. മ്യൂസിക്കൽ ട്രാൻസ് എല്ലാ ആളുകൾക്കും അറിയാമല്ലോ. അപ്പോൾ ആ ഒരു മ്യൂസിക്കിൻ്റെ പവർ കൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് വേറൊരു മൂഡിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. പിന്നെ രണ്ടാമതായിട്ടുള്ളത് വാദ്യമേള ആഘോഷങ്ങളാണ്. അതിപ്പോൾ വലിയ ശബ്ദമുള്ള മറ്റേ ഡോലൊക്കെ ആണെങ്കിലും അതൊരു പ്രത്യേക രീതിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമായി കഴിഞ്ഞാൽ അത് സമ്മാനിക്കുന്ന ഒരു ട്രാൻസ് ഉണ്ട്. ഇനി മൂന്നാമതായിട്ട് വിഷ്വലി നമുക്ക് അങ്ങടേക്ക് എത്താൻ വേണ്ടി പറ്റും. ഈ റൗണ്ടായിട്ട് സ്പൈറലായിട്ട് ഇങ്ങനെ കറങ്ങുന്ന ചില സാധനങ്ങൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു 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 അവസ്ഥയിലേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേപോലെ ആംഗ്യ വിക്ഷേപങ്ങളൊക്കെ ഉണ്ട്. യോഗയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്ര ആധികാരികമായിട്ട് അറിയില്ല, ഞാനിത് അന്ന് പഠിച്ചതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നതാണ്. യോഗയൊക്കെ ചെയ്യുമ്പോഴത്തേന് നമ്മൾ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശരീരം പ്രത്യേക രീതിയിൽ ചലിപ്പിച്ചിട്ടൊക്കെ പോകുന്നൊരവസ്ഥയിൽ അതിനുശേഷമുള്ള മെഡിറ്റേഷനിലൊക്കെ നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചെല്ലാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇങ്ങനെ പോവുകയാണ്. എന്റെ ലൈഫിൽ ആദ്യമായിട്ട് അഗ്നിക്കാവടി എടുക്കാൻ പോവുകയാണ്. ഓ മൈ ഗോഡ്, ഇറ്റ് ഈസ് ഗോണ ബി ആൻ എപ്പിക് 21 days. ഗയ്സ്, ഇതിപ്പോ ഒരു ഫോട്ടോ സ്ക്രീനിൽ കാണിച്ചു തരാം. ഈ കാണുന്ന കൂടെ കണ്ടോ, ഇത് 16 വയസ്സുള്ള കാർത്തിക് സൂര്യയാണ്. 16 വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ വേൽക്കാവടി എടുക്കുന്നത്. അതെ, ഇത്ര വലിയ വേലയായിരുന്നു അന്ന് ഞാൻ എടുത്തത്. ആ ഫോട്ടോ എന്റെ ബാക്കിൽ നമ്മുടെ റോസി വിഷ്ണു. ഇദ്ദേഹം അഗ്നിക്കാവടിയാണ് എടുക്കുന്നത്. അഗ്നിക്കാവടിയുടെ പിന്നിൽ വേറൊരു സയൻസ് ഉണ്ട്. വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, കാരണം വിശ്വാസമുള്ള ആളുകൾക്ക് ആ തരത്തിൽ അവർക്കുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് അതിനെ ഫീൽ ചെയ്യുന്നതാണ് ഏറ്റവും രസമുള്ള സംഗതി. ഞാൻ ബാക്കിയുള്ള ആളുകൾ ഇതിനെ ഡൗട്ടോടെ നോക്കിക്കിടന്ന ആളുകൾക്ക് വേണ്ടി പറയുകയാണ്. പലപ്പോഴും നേതൃത്വ പരിശീലന ക്യാമ്പുകളിൽ ഈ ഫയറിൽ കിട നടക്കുന്ന പരിപാടി അറേഞ്ച് ചെയ്യാറുണ്ടായിരുന്നു. നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടിയാണ് അന്ന് അങ്ങനെയുള്ള ചില ടാസ്കുകളൊക്കെ ഈ ഒരു പരിശീലന ക്ലാസ്സുകളിൽ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ കനലിങ്ങനെ നിരത്തിയിടുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കൂടെ നമ്മളോട് നടക്കാൻ പറയും. നമ്മൾ ആത്മവിശ്വാസത്തോടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ കാല് പൊള്ളില്ല. അതിനൊരു പേസ് ഉണ്ട്. നമ്മൾ നടക്കുന്നതിനൊരു പേസ് ഉണ്ട്. ആ ഒരു പേസിൽ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാല് പൊള്ളില്ല. അതെൻ്റെയും പൊള്ളില്ല, നിങ്ങളുടെയും പൊള്ളില്ല, ആരുടെയും പൊള്ളില്ല. ആ ഒരു പേസിൽ കൂടെ തന്നെയാണ് ഈ അഗ്നിക്കാവടി എടുക്കുന്ന സമയത്ത് ആളുകൾ നടക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ കാലിൻ്റെ പാദം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരമാണ്. അതിൻ്റെ താഴെയുള്ളത് കോളാണ്, കരി എന്ന് പറയുന്നത് അത്ര നല്ലൊരു താപചാലകമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയിൽ നിന്നിട്ട് പെട്ടെന്ന് ഈ ചൂട് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഫിസിക്സ് ഒന്നും എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് അറിയില്ല. നിങ്ങളിൽ അറിയാവുന്ന ആളുകളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പക്ഷേ മെറ്റൽ നല്ലൊരു തെർമൽ കണ്ടക്ടറാണ്. ഇപ്പോൾ നമ്മൾ ചൂടായിട്ടുള്ള മെറ്റൽ ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാല് പൊള്ളും. കരിയിൽ ചവിട്ടിയാൽ പൊള്ളാത്ത എന്തുകൊണ്ടാണ്? ആ ഹീറ്റ് അങ്ങടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കരിക്ക് അത്ര കഴിവില്ല. അങ്ങനെ നമ്മൾ ചവിട്ടി പോകുന്ന സമയത്ത് ആ ഒരു കരിയോട് നമ്മൾ അധിക സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് നമ്മളിലേക്ക് അങ്ങനെ ചൂടടിക്കില്ല. ഇനി മറ്റൊരു സംഗതിയുണ്ട്. ഒരു പേപ്പർ ഗ്ലാസ്സിൽ നിറയെ വെള്ളം എടുത്തിട്ട് അതിനെ ഒരു സ്റ്റവിൻ്റെ മുകളിൽ തീയിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേപ്പർ ഗ്ലാസ് കത്തുമോ? ഇല്ല, അതിനകത്ത് വാട്ടർ ഉള്ളതുകൊണ്ട് കത്തില്ല. ഇതേ രീതിയിൽ തന്നെ ശരീരത്തിനുണ്ട്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തൊലിക്ക് അടിയിൽ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ശരീരം അങ്ങനെ ആ ഒരു ഹീറ്റ് അധികം കണ്ടക്ട് ചെയ്യാത്ത കരിയുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ പെട്ടെന്ന് നമുക്ക് പൊള്ളാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ആ ഒരു പേസിൽ ഇങ്ങനെ നടന്നു പോകുന്ന വിഷ്വൽ നിങ്ങൾ കണ്ടില്ലേ? അതങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഇവിടെ വീണൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളുടേത് പൊള്ളുകയൊക്കെ ചെയ്യും കേട്ടോ. കാരണം നമ്മുടെ ശരീരത്തിലെ രോമങ്ങൾക്കൊന്നും അത്ര വലിയ റെസിസ്റ്റൻസ് ഇല്ല. പണ്ട് കറണ്ട് ഇല്ലാത്ത സമയത്ത് വീട്ടിൽ മണ്ണെണ്ണ വിളക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തല കുനിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിയൊക്കെ കരിഞ്ഞു, പടയേന്ന് അങ്ങോട്ട് കരിഞ്ഞു. കാരണം അത് പെട്ടെന്ന് തീ പിടിക്കുന്ന സംഗതിയാണ്. വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള പരിക്കുകളും പൊള്ളലുകളൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ കുറച്ച് സമയം അതിനകത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് അതിൻ്റെ
ഒരു സയൻസ് എന്ന് പറയുന്നത്. അങ്ങനെ തീക്കകത്തൂടെ, മുട്ടപ്പം തീക്കകത്തൂടെ അല്ല ആൾക്കാർ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ കരി വിരിച്ചിട്ടാണ് ആളുകൾ നടക്കുന്നത്. അതേപോലെ തന്നെ ഈ കരിയുടെ മുകളിൽ ചാരത്തിൻ്റെ ഒരു ആവരണമുണ്ട്. ചാരം കരിയുടെ അത്രം പോലും ഹീറ്റ് പുറത്തേക്ക് വിടുന്ന ഒരു സംഗതിയല്ല. നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് അടുപ്പിൽ തീ അണയാതിരിക്കാനായിട്ട് അതിൻ്റെ മുകളിൽ ചാരം എടുത്തിടുമായിരുന്നു. അപ്പോൾ ചാരത്തിന് മുകളിൽ അത്ര ചൂടൊന്നും ഉണ്ടാവില്ല. രാവിലെ ആ ഒരു ചാരം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ താഴെ കനൽ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഈ അഗ്നിക്കാവടി എന്നൊക്കെ പറയുന്ന അതിൻ്റെ ആ ഒരു രീതി. അതിനുവേണ്ടി പ്രിപ്പയർഡ് ആണ്. ഉപബോധ മനസ്സിൽ നിങ്ങൾ എന്ത് വേദനയും സഹിക്കാൻ തയ്യാറാവും. ആ വേദന സഹിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്മേൽ ഒരു എത്ര ആഴത്തിൽ മുറിവേൽപ്പിച്ചാലും നിങ്ങളത് അറിയും. കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സ് സെറ്റായിരിക്കുകയാണ് എന്ത് വേദനയും സഹിക്കുന്നതിന് വേണ്ടി. അതിനോടൊപ്പം തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ആ എനർജിയുടെയും ഈ ഉപബോധ മനസ്സിലുണ്ടാകുന്ന നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഇത് നടത്തിയെടുക്കണം എന്നുള്ള രൂഢമൂലമായ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് നിങ്ങളൊന്നും അറിയില്ല. അതാണ് ഇത് വാസ്തവം. അതേപോലെ ഇതിനകത്ത് ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യം മാറ്റി നിർത്താൻ പറ്റില്ല കേട്ടോ. കാരണം പെയിൻ തോന്നാത്തത് വിശുദ്ധിയുള്ള ആളുകൾക്കാണ്, ശുദ്ധിയുള്ള ആളുകൾക്കാണ് എന്നുള്ളതാണ് പൊതുവേ പറയുന്നത്. എന്നാലും ശക്തമായിട്ട് ഒരു കാര്യത്തിൽ വിശ്വസിച്ച് ദൈവം എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് തങ്ങൾക്ക് കിട്ടേണ്ട നല്ല കാര്യങ്ങളെക്കുറിച്ചിട്ട് പൂയം നാളിൽ തുടങ്ങുന്ന എല്ലാം നല്ല രീതിയിലായിരിക്കും എന്നൊക്കെ ഉള്ളതാണ് തമിഴ് വിശ്വാസം. ഇവിടെയും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ശക്തമായിട്ടുള്ള വിശ്വാസങ്ങളിൽ ഞാൻ കണ്ട ഒരു ഡോക്യുമെൻ്ററിയിൽ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് മകൻ നേർന്നതാണ് ഈ പറവക്കാവടി. അപ്പോൾ അത് സ്ഥിരമായിട്ട് അദ്ദേഹം അനുഷ്ഠിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ടുള്ള വിശ്വാസത്തോടെ പലപ്പോഴും പല ഓപ്ഷൻസും ഇല്ലാതൊക്കെയാണ് മനുഷ്യൻ പല സാഹചര്യങ്ങളിലും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടെ ഒരു പ്രതീക്ഷയോടെ ചെയ്യുന്നതുകൊണ്ട് അത്രയധികം വേദനയൊന്നും തോന്നില്ല. ഇനി ഇതുപോലുള്ള ആചാരങ്ങളുടെ നെഗറ്റീവുകളുണ്ടോ, ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇങ്ങോട്ട് പറയണമല്ലോ. ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു സ്റ്റോറി കണ്ടിരുന്നേ. ആ ഒരു സ്റ്റോറി ഞാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലേസ് ചെയ്യാം. തമിഴ്നാട്ടിൽ തന്നെയാണ്. അവിടെ ഒരു കൂട്ടം ആളുകൾക്ക് ഈ പിറകിൽ നമ്മുടെ തോളിൽ വലിയ രീതിയിൽ ഇങ്ങനെ എന്തോ ഒരു മുഴ പോലെയുള്ള ഒരു സാധനം വളർത്തിയെടുക്കുന്നതാണ് ആണത്തത്തിൻ്റെ ലക്ഷണം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അത് നാട്ടിലെ ഈ റിലീജിയസ് ആയിട്ടുള്ള ഒരു ആചാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതിയാണ്. അപ്പോൾ ആ നാട്ടിലുള്ള ആണുങ്ങളെല്ലാം ഇതിങ്ങനെ പിന്തുടരുകയാണ്. അതേപോലെ ഉള്ള ഇൻഫ്ലുവൻസുകൾ സ്വാഭാവികമായിട്ടും ഇതിലും ഉണ്ടാവാം. ആൺകുട്ടികൾ, വേദന സഹിക്കാതിരിക്കുന്ന ആൺകുട്ടികൾ, അല്ലെങ്കിൽ പെൺകുട്ടികൾ, ഏറ്റവും സ്നേഹമുള്ള വീട്ടുകാരോട് ഏറ്റവും സ്നേഹമുള്ള, ദൈവത്തോട് ഏറ്റവും സ്നേഹമുള്ള ആളുകൾ ഇത് തുടരണം, ഈ രീതിയിൽ വേലൊക്കെ കുത്തണം, കാവടിയൊക്കെ എടുക്കണം എന്നുള്ളൊരു ചിന്ത അവരിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്കൊക്കെ ചേട്ടന്മാരൊക്കെ അത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രായമാകുമ്പോൾ അതെടുക്കണം. അതെടുക്കുന്ന സമയത്താണ് നമുക്ക് അങ്ങനെയൊക്കെ ഉള്ള ഒരു ചേട്ടൻ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരാൻ വേണ്ടി പറ്റുന്നത്. ചില ആളുകൾക്ക്, വിശ്വാസമുള്ള ചില ആളുകൾക്ക് അനുഗ്രഹം കിട്ടണം, എനിക്കത് കിട്ടിയില്ല, എങ്ങനെയെങ്കിലും അത് കിട്ടണം, അതിനുവേണ്ടി എടുക്കണമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കാം. ആരോഗ്യപരമായിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഞാൻ ഒരിടത്തും വായിച്ച് കണ്ടില്ല ഇതുമായി ബന്ധപ്പെട്ട്. അത് സ്വന്തം ഇഷ്ടപ്രകാരം ആളുകൾ എടുക്കുന്നതായിട്ട് തന്നെയാണ്. കുട്ടികളൊന്ന് ഫോഴ്സ് ചെയ്യുന്ന സിറ്റുവേഷൻ നിലവിൽ കേരളത്തിലില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഫോഴ്സ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബാഡ് ഇൻഫ്ലുവൻസ് തന്നെയാണ്. ഇതൊക്കെ കാലങ്ങൾ കഴിയുമ്പോൾ ആളുകളെ ചോദ്യം ചെയ്തും അനുവർത്തിക്കാതെ വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറഞ്ഞു വരാൻ സാധ്യതയുള്ള ചില ആചാരാനുഷ്ഠാനങ്ങളൊക്കെയാണ്. ഞാനതായാലും ഈ ഒരു വേളയിൽ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കണ്ടീഷൻ ശരിയല്ലെന്ന് എന്ത് പറഞ്ഞാലും ഭയങ്കര വിഷയമാണ്. പണ്ട് നമ്മുടെ ഭരണഘടന വരുന്നതിന് മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള ഒരു ഹിസ്റ്ററിയിലെ അമ്പലത്തെ ചൊല്ലിയിട്ടുള്ള ചില പോരുകളൊക്കെ പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം, ഭരണഘടന വന്നതിന് ശേഷം ക്രമസമാധാന പാലനത്തിന് വ്യക്തമായിട്ടുള്ള സിസ്റ്റം ഉണ്ടായിരുന്ന ഒരു സമയത്ത് പ്രശ്നമായിട്ട് വരികയും അതുമായി ബന്ധപ്പെട്ട് കുറേയധികം മരണങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറയുമ്പോൾ പോലും, അതിനെ ചോദ്യം ചെയ്യുമ്പോൾ പോലും പണ്ടത്തെ ഹിസ്റ്ററിയൊക്കെ ആയിട്ടാണ് ആളുകൾ വരുന്നത്. എന്ത് ചെയ്യാം? അപ്പോൾ ആ ഒരു ഹിസ്റ്ററിയുമായിട്ട് ആളുകൾ വന്നിട്ട് പ്രതിരോധിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് മതവിരോധമാണ്, ഇന്നൊരു പെർട്ടിക്കുലർ വിഭാഗത്തോടുള്ള വിരോധമാണ് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെയാണ്. അവിടെ മരിച്ച മനുഷ്യജീവനുകളെ കുറിച്ചിട്ടും നിലവിലെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് അന്ന് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് ആളുകൾ ചോദ്യം ഉന്നയിക്കുന്നത്. പക്ഷേ അതിന് ഇങ്ങനെ മതകേന്ദ്രീകൃതമാക്കിയിട്ട് രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ നമ്മൾ പേടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രീതി ആയതുകൊണ്ട് വെറുതെ പേടിച്ചേക്കുക. മതങ്ങളല്ലേ, പേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും മതങ്ങൾ ചെയ്യാറുണ്ട്.